ഒന്നും എത്രയാണെടാ മജീദേ? ഉമ്മിണി വലിയൊന്ന്. നീ മജീദല്ലടാ, മണ്ട ശിരോമണിയാ, മണ്ട ശിരോമണി. അധികം 1 = 2. കണക്ക് ശാസ്ത്രത്തിന് നീ ഒരു പുതിയ തത്വം കണ്ടുപിടിച്ചല്ലേടാ കേരള വെഞ്ചാലി? ഉമ്മിണി വലിയൊന്നു വിളിയടാ. ഉമ്മണി വലിയൊന്നേ. നീട്ടടാ കൈ. എല്ലാം കൂടെ ചേർന്ന് ഉമ്മണി വലിയ റെഡിയായി വിചാരിച്ചോ? പോയി വലിക്കട ചേർക്ക. ഉമ്മണി വലിയ ഉമ്മണി വലിയ ഒന്നേ. 1 1 2 ആർക്കാ അറിയാത്തെ? എത്ര വട്ടം പഠിപ്പിച്ചെന്നതാ കണക്ക് പട്ടികയും ഗുണന പട്ടികയും? നാരായണ പിള്ള സാർ എത്ര വർഷം പറഞ്ഞതാ ഒന്ന് ആലോചിച്ച് ഉത്തരം പറയാവൂന്ന്? ആലോചിച്ചിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പോകുകയാണ്. സൂറ നീ നോക്കിക്കേ, ആ 2 പുഴകളും ഒഴുകണത്. അവിടെ ചേരുമ്പോ വലിയ പുഴയായില്ലേ ഉമ്മണി വലിയ പുഴ. ശരിയാ, വാ പോകാം. എന്താ മകനെ മുഖത്തൊരു വല്ലാഴിക? ഏതാണ്ടുണ്ട്. എന്താന്ന് പറ നീ. എന്റെ കണക്കൊന്നും ശരിയാവണല്ലോ ഉമ്മ. സാരമില്ല, ഒക്കെ ശരിയാകും. എന്റെ മകൻ സമാധാനപ്പെടും. പടച്ചോനോട് തേട്. റബ്ബുൽ ആലമീന് ഒരുത്തരുടെ അപേക്ഷ തള്ളിക്കളയാൻ പറ്റുകയില്ല മകനെ. ദുആയിരക്ക്. എന്റെ റബ്ബേ, എന്റെ കണക്കൊക്കെ ശരിയാക്കി തന്നെ. ഞാൻ പറയാം. ഇത് കൊടുത്തോ. ലൈല, നീ മുതല് ലൈല ഇരിക്കുന്നിടത്ത് ഞാൻ ഇരുന്നോട്ടെ. അപ്പൊ ഞാനോ? ഞാനിരിക്കുന്നിടത്ത്. ഇതിപ്പോ എന്തിനാ അങ്ങനെ? ലൈല പള്ളിക്കൂടത്തിൽ പോണില്ല പിള്ളേരെ. പോവാൻ പോകേ. ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കാതെ നാലക്ഷരം പഠിക്കാൻ നോക്ക്. എന്താ പിള്ളേരെ? നിനക്കറിയാല മജീദിനെ കണക്ക് സാറിന്റെ എന്നും തല്ല് കിട്ടുമെന്ന്. സ്കൂളിൽ പോയില്ലേ, വാപ്പാടെ കയ്യിൽ നിന്നും കിട്ടും. ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിലും എന്നെ അടിക്കുകയും വഴക്കുറയൊക്കെ ചെയ്യും. പിന്നെ ചിലര് പിച്ച് മാന്തയും കളിയാക്കുകയും ചെയ്യും വെറുതെ അവരുടെ ഒരു സുഖത്തിന്. ഇനി ഞാൻ ചത്തുപോകുമ്പോ അവരൊക്കെ പറയുമായിരിക്കും, ആ പാവം മജീദ് ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് പിച്ചയെങ്കിലും ചെയ്യാറുന്ന്. മാറിയിരുന്നേക്കില്ല, തല്ല് കിട്ടാതിരിക്കാനല്ലേ. നാളെ അല്ല ചെനച്ച മോണ്ടമ്മ കൊണ്ടുവരാം. സുഹ്റ, മണിയടിക്കാറായി. ലൈല മാറിയിരിക്കണില്ലെങ്കി ആ ഇരുമ്പുള്ളി എനിക്ക് തന്നേര്. അല്ലോ, ഞാനത് തിന്നും പോയി. മാറിയിരുന്നേരില്ല.